ഗുഡ്, റിയലി ഗുഡ്. നോക്കൂ രാധാമണി, ഞാൻ വയ്യെന്ന് പറഞ്ഞപ്പോ ഗതികേട് കൊണ്ട് നിങ്ങളോ അല്ലെങ്കിൽ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ തന്നെയോ കയറി ഏറ്റിരുന്നെങ്കിൽ ശുദ്ധ അബദ്ധത്തിൽ കലാശിക്കുമായിരുന്ന ഒരു കാര്യം. അതിപ്പോ നമ്മുടെ കേരള ഭൂമിയിൽ അടുത്ത കാലത്ത് വന്ന ഏറ്റവും നല്ല പീസ് ഓഫ് റൈറ്റിംഗ് ആയി. ഗുരുവിന് പറ്റിയ ശിഷ്യൻ തന്നെ. ഹി ഹാസ് ഗോട്ട് ആൻ എക്സലന്റ് ഫ്ലെയർ. ഇന്നത്തെ അത്താഴം തനിക്ക് എന്റെ വക. അറ്റാച്ച്ഡ് ആണെങ്കിൽ ഈ പാവത്തുകളെ കൂടി ഒന്ന് വിളിക്കണേ. തൊണ്ട നനച്ച നാളങ്ങ് മറന്നു. ഹലോ, കേരളഭൂമി ന്യൂസ് റൂം. അനന്തു, ജസ്റ്റ് എ മിനിറ്റ്. അനന്തു, ഫോൺ ബോംബെയിൽ നിന്ന്. ഹലോ, അനന്തു ഹിയർ. ഞാൻ ഗായത്രിയാണ്, ബോംബെന്ന്. മനസ്സിലായില്ലേ? ഗായത്രി ദേവി. ഹലോ മാഡം, ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ്. ടൂർ കഴിഞ്ഞ് ഇന്ന് രാവിലെ തിരിച്ചെത്തിയപ്പോഴേ അനന്തുവിന്റെ ആർട്ടിക്കൽ കാണാൻ പറ്റുള്ളൂ. ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർത്തു. ഐ വോണ്ട് ടു താങ്ക് യു ഫോർ ദ വോം പീസ് ഓഫ് റൈറ്റിംഗ്. എന്നെക്കുറിച്ച് എഴുതിയ സോഫ ഏറ്റവും നല്ല റൈറ്റപ്പ്, ഐ ഷുഡ് സേ. ഇതെനിക്ക് വലിയൊരു കോംപ്ലിമെന്റ് ആണ്. താങ്ക്സ് അലോട്ട്. അടുത്ത തവണ കൊച്ചിയിൽ വരുമ്പോ ഞാൻ അനന്തുവിന്റെ വീട്ടിൽ വരും, തീർച്ച. കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ സിസ്റ്റർ. ഓക്കെ, ബൈ. ബൈ. ബോംബെന്ന് ഗായത്രി ദേവിയാണ്. ടീച്ചർ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന്. അത് ഇയാളുടെ മുഖത്തെ പ്രകാശം കണ്ടാൽ അറിയാം. എങ്കിൽ പിന്നെ അവരോട് ആ കോംപ്ലിമെന്റ്സ് ഒന്ന് എഴുതരാൻ പറയായിരുന്നു. പ്രതികരണത്തിൽ ഒരു സ്പെഷ്യൽ ബോക്സ് ആയിട്ട് കൊടുക്കായിരുന്നു. അതിപ്പോ ഒരാളെ കുറിച്ച് പുകഴ്ത്തി സുഖിപ്പിച്ച് അങ്ങോട്ട് എഴുതിയാല് ഇഷ്ടപ്പെടുകയല്ലാണ്ട് നീരസം തോന്നും. ഇതായപ്പോ ഇവിടെ വലിയ കാര്യം.